ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരളമേം യൂറോപ്പിയോം കാ ആഗമൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ചുരുക്കിയിട്ടാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളമേ യൂറോപ്പിയോം കാ ആഗമൻ, അതായത് കേരളത്തിലേക്ക് യൂറോപ്യന്മാരുടെ വരവ്. ഇതൊക്കെ പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഒരുപാട് മുന്നേ ഉള്ള കാലഘട്ടത്തിലാണ്. അതുപോലെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ എന്ന് മാത്രമല്ല, നമുക്കെന്താ കേരളപ്പിറവി പോലും ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. केरल में യൂറോപ്പിയോं का आगमन मुख्य रूप से व्यापार के लिए हुआ था. നമ്മുടെ കേരളത്തിലേക്ക് യൂറോപ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നത് മെയിൻലി ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു, കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് യൂറോപ്യന്മാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഖാസ്കർ മസാലോം കി വ്യാപാർ കെ ലിയെ, സ്പെഷ്യലി എന്തിനായിരുന്നു? മസാലകളുടെ, അതായത് സ്പൈസസിൻ്റെ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തിന് വേണ്ടിയിട്ടായിരുന്നു യൂറോപ്യന്മാരെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. യഹാം കുച്ച് പ്രമുഖ യൂറോപ്പീയ ശക്തിയാ और उनका आगमन बताया गया है. ഇവിടെ കുറച്ച് മേജർ ആയിട്ടുള്ള യൂറോപ്യൻ ശക്തികളുടെയും അവരുടെ ആഗമനമാണ്, അതായത് അറൈവലുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ മുന്നേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം വന്നത് പുർത്തുഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരെയാണ് ഹിന്ദിയിൽ പുർത്തുഗാലി എന്ന് പറയുന്നത്. സബ്സെ പെഹലെ വാസ്കോദ ഗാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാസ്കോഡ ഗാമേനെയാണ് ഇവിടെ വാസ്കോദ ഗാമ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ആദ്യം കേരളത്തിൽ കാലുകുത്തിയിട്ടുള്ള പോർച്ചുഗീസുകാരൻ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയാണ്. 1498, അതായത് 1498 കാലിക്കറ്റിലാണ് ആദ്യമായിട്ട് വാസ്കോഡ ഗാമ വരുന്നത്. അതായത് കോഴിക്കോടാണ് വാസ്കോഡ ഗാമ ആദ്യമായിട്ട് 1498 വരുന്നത്. ഉनका मुख्य लक्ष्य मसालों पर नियंत्रण करना और ईसाई धर्म का प्रचार करना था. അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള മസാല, അതായത് നമുക്കറിയാം മസാല സ്പൈസസ് ആണ്, സ്പൈസസിൻ്റെ വ്യാപാരത്തിൽ കൺട്രോൾ കൊണ്ടുവരിക. അതിൻ്റെ കൂടെ തന്നെ ഈസായി ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ ആണ്, ക്രിസ്തു മതത്തിൻ്റെ പ്രചാരം, അതും കൂടിയായിരുന്നു അവരുടെ ഉദ്ദേശമായിട്ടുണ്ടായിരുന്നത്. उन्होंने कई व्यापारिक केंद्र और किले स्थापित किए, लेकिन उनके रवैये के कारण स्थानीय राजाओं से उनके संबंध अच्छे रहे. അവരിവിടെ വന്നിട്ട് ഒരുപാട് വ്യാപാര കേന്ദ്രങ്ങളും കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടാണ്, നമുക്കറിയാം കോട്ടകൾ സ്ഥാപിച്ചു. ലേക്കിൻ ഉൻകാ രവയ്യെ, അദ്ദേഹത്തിൻ്റെ രവയ്യെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ, അതാണ് രവയ്യേക്ക് കാരണം സ്ഥാനീയ രാജാവ്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കാരണം അപ്പം ലോക്കൽ കിങ്സ് ഉണ്ടല്ലോ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന സ്ഥാനീയ രാജാക്കന്മാരായിട്ട് അദ്ദേഹത്തിന് നല്ല ഒരു സംബന്ധം തന്നെ, ഒരു റിലേഷൻ വെച്ച് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യം മാത്രമാണ് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വാസ്കോദ ഗാമയെ കുറിച്ചിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഡച്ചുകാരെ കുറിച്ചാണ് പറയുന്നത്. ഡച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രാക്കറ്റിലുണ്ട് നീദർലൻഡ്, അതായത് നെതർലൻഡുകാരെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. പുർത്തുഗാലിയോം കി ബാദ് ഡച്ചായി, അതായത് പോർച്ചുഗീസുകാർക്ക് ശേഷം ഇവിടേക്ക് വന്നത് ഡച്ചുകാരായിരുന്നു. उन्होंने पुर्तगालियों को हराया और केरल में अपना वर्चस्व स्थापित किया. അവരെന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചിട്ട് കേരളത്തിലെ ഡച്ചുകാർ അവരുടെ ആധിപത്യം, സുപ്രീമസി, അതാണ് വർച്ചസ്വ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ ആധിപത്യം സ്ഥാപിച്ചു. उन्होंने भी मसालों का व्यापार किया और കൊച്ചി में महत्वपूर्ण വ്യാപാരി കേന്ദ്ര बनाए. ഡച്ചുകാരും ഇവിടെ മസാലയും സ്പൈസസിൻ്റെ കച്ചവടം നടത്തി. അതുപോലെ തന്നെ കൊച്ചിയിൽ എന്ത് ചെയ്തു? മഹത്വപൂർണ്ണമായിട്ടുള്ള, അതായത് പ്രധാനമായിട്ടുള്ള വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഡച്ചും കാബി മുഖ്യ ഉദ്ദേശ്യ വ്യാപാർ ഹി ഥാ, ഡച്ചുകാരുടെയും മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കച്ചവടം തന്നെയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ടെക്സ്റ്റ് ഡച്ചുകാരെ കുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പിന്നീട് മാർത്താണ്ഡവർമ്മയായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഈ ഡച്ചുകാർ പരാജയപ്പെടുകയും അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇവരുടെ പവറെ ക്ഷയിച്ച് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പിന്നെ പറയുന്നത് അംഗ്രേസ്, അതായത് ബ്രിട്ടീഷുകാർ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും പഠിച്ചതുമാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്നിട്ടുള്ള കാര്യം. അംഗ്രേസ്, അങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ പറയുന്നത്. അതായത് ഇംഗ്ലീഷുകാരെന്നുള്ള അർത്ഥത്തിലാണ് അംഗ്രേസ് എന്ന് പറയുന്നത്. डचों के बाद अंग्रेज आए, धीरे धीरे उन्होंने अपनी ताकत बढ़ाई. അതായത് ഡച്ചുകാർക്ക് ശേഷം ഇവിടേക്ക് വന്നത് ഇംഗ്ലീഷുകാരായിരുന്നു. അങ്ങനെ പതുക്കെ അവർ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു.
उन्होंने मैसूर के टिप्पू सुल्तान और स्थानीय राजाओं को हराकर केरल पर अपना नियंत्रण स्थापित किया. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? മൈസൂരിലുള്ള ടിപ്പു സുൽത്താനെയും അതുപോലെ തന്നെ മറ്റ് ലോക്കൽ കിങ്സിനെയും തോൽപ്പിച്ചുകൊണ്ട്, ഡിഫീറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ അവരുടെ നിയന്ത്രണം സ്ഥാപിച്ചു, അവരുടെ കൺട്രോൾ കൊണ്ടുവന്നു. അംഗ്രേസോം കാ ഉദ്ദേശ്യ സിർഫ് വ്യാപാർ ഹി നഹി. അതായത് നമ്മൾ നേരത്തെ രണ്ടുപേരെയും, പോർച്ചുഗീസുകാരെയും ഡച്ചുകാരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിനായിട്ട് കച്ചവടമാണ്, ട്രേഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് അംഗ്രേസോമിൻ്റെ, അതായത് ഇംഗ്ലീഷുകാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേവലം കച്ചവടം ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നില്ല. ബൽക്കി പൂരെ ഭാരത് പർ ശാസൻ കർണാത. അവരുടെ ഉദ്ദേശം നമ്മുടെ കംപ്ലീറ്റ് ഇന്ത്യ മുഴുവൻ റൂൾ ചെയ്യുക, ഭരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ അവർക്കുണ്ടായിരുന്നു. ഉന്നോനെ കേരൾ കോ ബ്രിട്ടീഷ് ഭാരത് കാ ഹിസ്സ ബനായ. അവർ എന്ത് ചെയ്തു? നമ്മുടെ കേരളത്തിനെയും ബ്രിട്ടീഷ് ഭാരതത്തിന്റെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു പാർട്ടാക്കി മാറ്റി. യഹാം സെ മസാലോ ചായ ഓർ കോഫി കാ ഖൂബ് വ്യാപാർ കിയ. എന്നിട്ട് ഇവിടെ നിന്ന് ചായയുടെയും കോഫിയുടെയും മസാല സ്പൈസസിൻ്റെ ഒക്കെ വലിയ രീതിയിലുള്ള കച്ചവടം അവർ നടത്തി. ഇത്രയും കാര്യമാണ് ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിനിടയിൽ ഇവിടേക്ക് ഫ്രാൻസുകാർ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഫ്രാൻസീസി ഭി കേരൾ മേ വ്യാപാർ കേ ലിയേ ആയേ. അതായത് ഫ്രാൻസുകാരും കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് കച്ചവടത്തിന് വേണ്ടി തന്നെ ആയിരുന്നു. ലേക്കിൻ വേ പുർത്തുഗാലി ഡച്ച് ഔർ അംഗ്രേസോം ജിത്തനെ സഫൽ നഹീ രഹേ. പക്ഷേ അവർ പോർച്ചുഗീസുകാരെ പോലെയും ഡച്ചുകാരെ പോലെയും ഇംഗ്ലീഷുകാരെ പോലെയും അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല ഇവിടെ. ഉൻകി ഉപസ്ഥിതി മുഖ്യ രൂപ സെ മാഹി ജൈസെ കുച്ച് ചോട്ടെ ചോട്ടെ ക്ഷേത്രം തക് ഹി സീമിത് രഹി. അതായത് മാഹി പോലെയുള്ള ചെറിയ ചെറിയ മേഖലകളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു ഫ്രാൻസുകാരുണ്ടായിരുന്നത്. യൂറോപ്യൻ ശക്തിയോं ने केरल में मसालों के व्यापार के लालच में प्रवेश किया. അതായത് ഇനി മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്, യൂറോപ്യന്മാരുടെ ആഗമനത്തിനെ കുറിച്ചിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്. യൂറോപ്യൻ ശക്തികൾ കേരളത്തിലെ മസാലയുടെ വ്യാപാര മോഹമായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഉൻകെ ആഗമൻ സെ കേരൾ കെ ഇതിഹാസ് വ്യാപാർ और രാജ്നീതി पर ഗഹരാ അസർ പടാ. അതായത് അവരുടെ ആഗമനം, യൂറോപ്യന്മാരുടെ കേരളത്തിലേക്കുള്ള ആഗമനം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിനെയും വ്യാപാരത്തിനെയും പൊളിറ്റിക്സിനെയും ഒക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. उन्होंने किले बनाए, युद्ध लड़े और अंततः अंग्रेजों ने यहाँ पर अपना औपनिवेशिक शासन स्थापित किया. അവർ എന്തൊക്കെ ചെയ്തു? അവരിവിടെ വന്നിട്ട് കിലേബനായി, അതായത് ഫോർട്ടുകൾ, അതായത് കോട്ടകൾ ഉണ്ടാക്കി, യുദ്ധം ചെയ്തു. അവസാനം ഇംഗ്ലീഷുകാർ അവരുടെ കൊളോണിയൽ റൂളിങ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് കൊളോണിയലിസം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ കോളനി വൽക്കരിച്ചിട്ടാണ് അവർ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ. നമുക്ക് 1947 ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെ ഇവിടെ ആരുടെ ഭരണം ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഭരണം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ടും മൊത്തത്തിൽ യൂറോപ്യന്മാരുടെ കേരളത്തിലേക്കുള്ള ആഗമനത്തിനെ കുറിച്ചിട്ടും പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.